ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയോടുകൂടി തന്നെ ചൈനയുടെ വ്യക്തമായ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ അടക്കം തള്ളി പറഞ്ഞിരിക്കുന്നു. നമുക്ക് 2 ദിവസം മുമ്പ് തന്നെ പുടിൻ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയ്ക്ക് അതിലൂടെ ഒരു താക്കീത് നൽകി. ഇത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമല്ലേ? ഈ ഇരു ശക്തികളും ഇന്ത്യയോടൊപ്പം ഉറച്ചു നിൽക്കുകയും അത് അമേരിക്കയ്ക്ക് ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾക്ക് ഒരു തിരിച്ചടിയായി മാറാനുമല്ലേ സഹായിക്കുക? ഇത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം എന്നല്ല. ഇന്ത്യ നയതന്ത്രപരമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നയതന്ത്ര വിജയം എന്ന് വെച്ചാൽ ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. നയതന്ത്ര വിജയമല്ല. നമ്മൾ പറയുമ്പം ചില ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ ഇതിനകത്ത് സൂഹിക്കാത്തവരുണ്ട്. ഇന്ത്യക്ക് ബദലായിട്ട് അല്ലെങ്കിൽ അമേരിക്ക ഭാഗമായിട്ട് നിൽക്കുന്നവർ പറയുമ്പം ആൾക്കാർ സൂഹിക്കത്തില്ലെങ്കിലും ഇതിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ രാവിലെ അല്ല, പക്ഷേ ഇന്ത്യയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ലോകം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രപഞ്ചം മൊത്തം നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് വേറെ ചില സൂര്യന്മാർ ഉണ്ടാകുന്നു എന്നുള്ളതിനുള്ളൊരു തെളിവാണ്. നമ്മൾ 100 രാജ്യങ്ങളിൽ താരിഫ് വിഷയം അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഈ പറയുന്ന വ്യാപാര കരാർ അവിടെ നിന്ന് റിഫ്ലക്ഷൻ ഉണ്ടായില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ റിഫ്ലക്ഷൻ ഉണ്ടായത്? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ട്രംപ് ഒരു താരിഫും ഒരു വ്യാപാര കരാറും ഒക്കെ ആയിട്ട് വന്നപ്പോഴേ ഇത് അവിടെ നിൽക്കട്ടെ, അവിടെ നിന്ന് കറങ്ങുമല്ലേ അമേരിക്ക. എങ്ങനെ ഇറങ്ങുന്നു? ഇന്ത്യക്ക് ചുറ്റുമാണെന്ന് ഇപ്പോൾ കറങ്ങുന്നത്. ഇന്ത്യക്കകത്ത് പ്രശ്നമുണ്ടെന്നേ. ഇന്ത്യക്കകത്ത് പ്രശ്നമുണ്ട്. നമുക്കിപ്പം കയറ്റുമതി ചെയ്യുന്നതിൻ്റെ സാധനത്തിനകത്ത് ബ്ലോക്ക് വന്നപ്പോൾ നമുക്ക് അവിടെ എവിടെയും പ്രശ്നമുണ്ട്. നമ്മളത് പരിഹരിക്കാൻ നോക്കുക, പരിഹരിക്കും. പക്ഷേ ഇത് താരിഫ് നമ്മളല്ലല്ലോ ഏർപ്പെടുത്തിയത്. അമേരിക്ക ഏർപ്പെടുത്തിയതിന് ശേഷം അമേരിക്ക എന്ത് കിടന്ന് ബുദ്ധിമുട്ടുന്നു. അവൻ ചെയ്തിട്ട് അവൻ ബുദ്ധിമുട്ടുന്നു. അപ്പം അതിനുശേഷം ഒരു അമേരിക്കയുടെ തിട്ടൂരം അനുവദിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് ഒരു ലോകക്രമം അങ്ങ് വരില്ല. എവിടെ വരുന്നു? റഷ്യ വരുന്നു, ചൈന വരുന്നു. ചൈനയ്ക്ക് നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടാകട്ടെ എന്ന് വെച്ച് ചൈനയെ കൂടുതൽ സൂചിപ്പിക്കാൻ നിൽക്കുന്നു. ചൈന എന്നിട്ടും പറയുന്നു റെയർ മെറ്റീരിയൽസ് കൊടുക്കത്തില്ലെന്ന് പറയുന്നു. നിനക്ക് ആവശ്യമുള്ളൂ. കാരണം ലോകത്തുള്ളയിടത്ത് പല രാജ്യങ്ങളിൽ നിന്നും സാധനം ചെന്ന് ഇറങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത രാജ്യം തന്നെ അമേരിക്ക നമ്പർ 1 ഒക്കെയാണ്. കാര്യം ശരിയാ. അമേരിക്കയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന മാനുഫാക്ചറിങ് കുറവുള്ള രാജ്യമാണ്. ആരും ചെല്ലത്തില്ല. ആ ചെലവിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടെ നിർമ്മിക്കുന്ന ഈ പറയുന്ന അവൻ്റെ രാജ്യത്തിൻ്റെ മുതലാളി ഇവിടെ വന്നൊരു ഐഫോൺ നിർമ്മിച്ചാൽ അത് ചൈനയെ വെച്ച് നിർമ്മിച്ചാൽ അതിനെക്കാട്ടി നമ്മളെക്കാട്ടി വില കൂടും. ചൈനയെക്കാട്ടി വില കൂടും നമ്മുടെ ഇവിടെ, നമ്മളെക്കാട്ടി വില കൂടും അമേരിക്ക വെച്ച് നിർമ്മിച്ചാൽ. ഇവിടെ ഒരു ഐഫോൺ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നിർമ്മിച്ചാൽ, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അമേരിക്കയിലാണെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അവിടുത്തെ ശമ്പളം കൂടുതൽ ചിലവ്, അതുപോലെ സപ്ലൈ ചെയിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കൊണ്ടുവരാൻ. ഞാനീ പറഞ്ഞു വന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രശ്നം വന്നപ്പോൾ ആരിടപെടുന്നു? റഷ്യ ഇടപെടുന്നു. ചൈനയായിട്ട് സംസാരിക്കുന്നത് ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്തേ ഒക്കത്തുള്ളൂ. ഇവനെ ഇങ്ങനെ വിട്ടാലൊക്കത്തില്ല. റഷ്യ ഒരു ലോകക്രമം എത്രയോ കാലം കൊണ്ട് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം പലവട്ടം ക്രമീകരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നു. പക്ഷേ പലവട്ടം ഫെയിലറാണ്. ഇപ്പം സക്സസ് റേറ്റാ. എപ്പോഴാണ് സക്സസ് റേറ്റ് ആയത്? ഈ നരേന്ദ്രമോദിയുമായിട്ടൊരു ഈ വിഷയം ഉരുത്തിരിഞ്ഞു. വ്യാപാര കരാറിനകത്ത് നിന്നു. അതിനകത്തുനിന്ന് ഈ പറഞ്ഞ ട്രംപ് താക്കീത് നിന്നു. ട്രംപിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ താക്കീത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ശേഷം ബ്രിക്സ് അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ താക്കിയതിന് ശേഷമാണല്ലോ ബ്രിക്സിലോട്ട് കയറിയ നമ്മുടെ നരേന്ദ്രമോദി ഒരു നിപ്പ് നിന്നപ്പം ബ്രിക്സ് അങ്ങ് ഇതുവരെ ഈ പറഞ്ഞതുപോലെ ബ്രിക്സ് ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അന്ന് ബ്രിക്സ് ആദ്യം കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ചൈനയെ പ്രൊമോട്ട് ചെയ്യുന്നതിനകത്ത് ഈ പറഞ്ഞ റഷ്യ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ. ചൈനയുടെ സാമ്പത്തികമായിട്ടുള്ള പ്രൊമോഷനകത്ത് റഷ്യയുടെ ഒത്തിരി കൈയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് പറ്റാത്ത ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മേഖലയിൽ നമുക്ക് ചില സപ്പോർട്ടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് വന്നപ്പം ആ ഒരു സിസ്റ്റത്തിനകത്ത് വീണ്ടും ഒരു പൊളിച്ചുകൊണ്ടിരുന്നു. കാരണം അവർക്കെതിരെ അമേരിക്ക ഉണ്ടാക്കിയേക്കുന്ന ഒരു ലോകക്രമം, അതിനെതിരെ വരുന്ന ലോകക്രമം എപ്പോഴും പൊളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് പൊളിയത്തില്ല. ഇത് പൊളിഞ്ഞു പോകാൻ പോവുക. അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ ഈ സംസാരത്തിന് ശേഷം ഇന്നലെ അയാൾ ഉണ്ടാക്കിയ താരിഫിനകത്ത് ലോകത്ത് മൊത്തം അംഗീകരിക്കാതെ വന്നപ്പോൾ അയാൾ വീണ്ടും പറയുന്നു നാറ്റോ രാജ്യങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങളെടുത്തും പറഞ്ഞിരിക്കും. ഇന്നലെ കണ്ടില്ലേ, ഞാൻ കൊടുത്തത് 50% താരിഫ് നിങ്ങളും കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ ഏർപ്പെടണം. പക്ഷേ അവരൊന്നും മൈൻഡ് ചെയ്യുന്ന വിഷയം ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇതിനകത്ത് മൈൻഡ് ചെയ്യാതെ വിഷയം വരുമ്പോൾ ഇയാളുടെ സ്വഭാവം അറിയാമല്ലോ. ഇത് പൊളിയാൻ പോവുക. കാരണം എന്തോന്നറിയാം, ഇവിടെ ബ്രിക്സ് ഡെവലപ്പ് ആക്കുന്നതിനൊപ്പം നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തും ഇന്ത്യ കയറാൻ പോവുക. അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ അഭിപ്രായത്തോട് അതിനകത്ത് ഈ മൊത്തം രാജ്യങ്ങളൊന്നും ഈ പറയുന്ന സമ്പന്നരും ഒന്നുമല്ല. അതിനകത്ത് പാവത്തുങ്ങളുണ്ട്, കഷ്ടി ജീവിച്ചു അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടവരുണ്ട്. ഇവൻ്റെ തിട്ടൂരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ.
ഒരു രാജ്യത്തിനകത്ത് ട്രംപും 50 കോടീശ്വരന്മാരിൽ നിന്ന് ആ രാജ്യം മൊത്തം കോടീശ്വരന്മാരൊന്നും ഇല്ല, ആ രാജ്യം സമ്പന്നമാണ് എന്ന് പറയുന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് മൊത്തവും ഇതിനകത്ത് വിഷയം. ഇപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനകത്ത് വേണ്ട ചർച്ച നടത്തി അതിനകത്ത് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒപ്പിച്ചെന്നാണ് പുടിൻ പറഞ്ഞത്. ആണ് എല്ലാം ഒപ്പിച്ച്. ഇപ്പം ഈ പറയുന്ന നമ്മൾ ഈ SCO മീറ്റിനകത്ത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടോട്ട് നരേന്ദ്രമോദി ചെല്ലുന്നു, അവിടെ പുടിൻ വരുന്നു, അല്ലെങ്കിൽ ഷീജിൻ, ഇതൊക്കെ നേരത്തെ കുറേ കാലം മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനമാക്കി. ഇവരിപ്പം നേരിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് ഇന്നുള്ളൊരു തീരുമാനമല്ല. ഇന്നത് തീരുമാനിച്ച് അതിനകത്തൊരു വാർത്താ സമ്മേളനം ഉണ്ടാകും, അല്ലെങ്കിൽ 3 പേരുടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് ലോകത്ത് കാണും. ഈ 3 പേരുടെ ഒരു ഫോട്ടോ ലോകത്തോട്ട് വന്നല്ല അവിടെ കൊണ്ട് ലോകക്രമം തീർന്നു. മനസ്സിലായി? ഈ 3 ശക്തി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വിചാരിക്കുന്നതിനപ്പുറമാണ്. ഏഷ്യയിൽ അല്ല, മറ്റേ ഏഷ്യയും പുടിൻ്റെ ഏഷ്യയും ഇതും വരും, ഇതും കൂടെ വരും, 2 ഭൂഖണ്ഡം വരും. ഇതിനകത്ത് അതുപോലെ ഇതിൻ്റെ കൂടെ നിൽക്കുകയല്ലേ ബ്രസീല്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ. എന്താ ഇത്രയും കാലത്തിനകത്ത് ഈ പറയുന്ന പോലെ അമേരിക്കയുടെ തിട്ടൂരം പണ്ട് അവനെ നശിപ്പിക്കാൻ നിൽക്കും, ഭയപ്പെടുത്തി നിർത്തുമല്ലേ എന്ന്. അമേരിക്കയോട് ഉടക്കി നിന്നാൽ അവൻ്റെ രാജ്യഭരണത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കി, അതിനകത്ത് ആ രാജ്യത്തിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി അവൻ്റെ അതിനകത്ത് പോകുന്ന വെച്ചിട്ട് അങ്ങ് നിൽക്കുക. അതിനുശേഷം പിന്നെ അവിടെ കൊണ്ടുവന്ന് അവന് എണ്ണ കച്ചവടം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എത്ര രൂപ കിട്ടുന്ന ഈ പറയുന്ന എണ്ണ അവനുണ്ട്. അവന് കിട്ടേണ്ട 100 രൂപയ്ക്ക് 20 രൂപ 30 രൂപ കിട്ടും. കാരണം ഇവൻ അവിടെ കൊണ്ട് കമ്പനി ഇടുന്നു, ഇവൻ്റെ സൗകര്യത്തിന് എണ്ണ എടുക്കുന്നു, ഇവനത് വിൽക്കുന്നു. മനസ്സിലാവുന്നില്ല? അമേരിക്ക അങ്ങനെ നിർത്തുന്നിട്ട് അവൻ്റെ ഒരു സൈന്യത്താവളം വയ്ക്കുന്നു. ഈ അമേരിക്കയുടെ ഭാഗമായിട്ട് അടിമപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലേ ഇപ്പം റഷ്യ അല്ല, നമ്മുടെ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനകത്ത് പാലസ്തീൻ്റെ കൂടെ ഈ ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ടുമാരെല്ലാം പാലസ്തീൻ്റെ കൂടെ. ആരാ? ഈ അറേബ്യൻ രാജ്യങ്ങളെല്ലാം പാലസ്തീൻ്റെ കൂടെ. എന്തുകൊണ്ട് നിൽക്കുന്നു? ഗതികെട്ട് നിൽക്കുന്നു. ഇത് പറഞ്ഞ പോലെ ഒരു ലോകക്രമത്തിൽ നിന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്ന പോലെ, റഷ്യ ആഗ്രഹിക്കുന്ന പോലെ, ഇപ്പം ചൈന ആഗ്രഹിക്കുന്ന പോലെ അവനോന് നട്ടലോടുകൂടി നിന്ന് അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്ന അവസ്ഥ വന്നാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് മൊത്തം ഇന്ത്യയുടെ കൂടാവും. അതിവിദൂരമൊന്നുമല്ല. നരേന്ദ്രമോദിയുടെ ഒരു ജാതകവും അതാ. അയാൾക്കെതിരെ നിന്നാൽ പൊളിഞ്ഞു പോകും. മനസ്സിലായി? ഇപ്പം അയാൾ ആഗ്രഹിക്കുന്ന ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പം നമ്മൾ പറഞ്ഞു പുടിൻ പറഞ്ഞത്, അല്ലെങ്കിൽ പുടിൻ തീരുമാനിച്ചത് ഇതിവർ ആലോചിച്ച് തീരുമാനിക്കുന്നു. പുടിനാണ് നേതാവെന്ന് അറിഞ്ഞുകൊട്ടെ എന്ന് ഉള്ള രീതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് പ്രസ്താവന ഇറക്കിക്കുന്നു. ഒരു പക്ഷേ നരേന്ദ്രമോദി എടുത്ത് പറഞ്ഞു കാണും, പുടിൻ പറയാൻ പറഞ്ഞു കാണും, നിങ്ങൾ അഭിപ്രായം പറയേണ്ടത്. അല്ലെങ്കിൽ ആ ലോകക്രമമാണല്ലോ ഇത് ഇത്രയും കാലം ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ലോകക്രമത്തിനകത്ത് റഷ്യ തന്നെ ആയിക്കോട്ടെ അതിൻ്റെ നേതാവ്. ബാക്കി റഷ്യ തന്നെയാണ് നേതാവെങ്കിലും അതിനകത്ത് ഇന്ത്യ വരുമ്പോഴാണ് അത് ശരിയാവുമെന്നുള്ള ധാരണ ലോകത്തിന് മൊത്തം ഉള്ളത്. അതാണല്ലോ ഇപ്പോൾ വന്നത്. അപ്പം ഇതിനകത്ത് ബ്രിക്സിൻ്റെ കാര്യത്തിനകത്ത് ഒരു തീരുമാനം വരികയും അവർ ഈ പറയുന്ന പോലെ 35% ലോകത്തിനകത്തുള്ള എല്ലാ കയറ്റി ഇറക്കിനകത്ത് അവരുടെ ഭാഗമായിട്ട് നിൽക്കുകയും അവർ ഈ ഡോളറിനെ തള്ളി പറയുന്നില്ല, എന്നാൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ റുപ്യ കൊണ്ടും ഞങ്ങളുടെ രാജ്യത്തിനകത്തിലെ ബ്രിക്സിനൊരു പ്രത്യേക കറൻസി കൊണ്ടും ഒക്കെ തീരുമാനിക്കാമെന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്താൽ അമേരിക്ക പൊളിഞ്ഞു പോകും. അമേരിക്കയുടെ ഡോളർ വെച്ചുള്ള ക്രയവിക്രയം നടക്കുന്നുണ്ടാകുന്നല്ലേ ഇവൻ്റെ ഇത്ര അഹങ്കാരം. എവിടെ ഡോളർ അടിച്ചു വെച്ചാലും സെക്യൂരിറ്റി ഇല്ലാതെ അടിച്ചു വെച്ചാൽ ഡോളറിന് വില ഉണ്ടാകും. ഇത് താപ്പോട്ട് പോയാൽ എന്ത് ചെയ്യും? ഒരു സാധനം പൊളിക്കുന്നത് ചാടിക്കയറി പൊളിക്കുന്ന ട്രംപിൻ്റെ കൂട്ടി ചാടുമല്ലോ, പിടിക്കുമല്ലോ. എല്ലാ സംവിധാനവും നിങ്ങൾക്കറിയാം. നമ്മൾ ഓല കെട്ടുന്ന അറിയോ? ഓല നമ്മൾ എന്ത് പാടുപെട്ടാ ചീകി തെങ്ങേന്ന് വെട്ടി തലത്ത് കൊണ്ടുവന്ന് ചീകി മടലി മാറ്റി ഇതാക്കി കെട്ടി ഒരു 3 പ്രധാനമായിട്ടും 3 കെട്ടേ കാണത്തുള്ളൂ. ഇത്രയും പണി ചെയ്തിരിക്കുന്ന ഒരു സാധനം 3 കത്താളെടുത്ത് 3 കൊത്തിയാൽ നിലത്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. അപ്പം ഇത്രയും കാലത്തിനകത്ത് ഈ പണി ചെയ്ത് വെച്ചേക്കുന്ന പണി ഈ ഒരു 3 കൊത്തി തറുത്തു എന്ന് പറഞ്ഞാൽ അതേ സെറ്റപ്പിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒരു ദിവസം കൊണ്ട് ഉരുത്തിരിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. ഇപ്പം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപ് പറയുന്ന തിട്ടൂരത്തിൽ നിൽക്കത്തില്ല. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപ് വരുവാണെങ്കിൽ ലോകക്രമത്തിനകത്ത് അയാളുടെ സ്വഭാവം അനുസരിച്ച് ഒരു വ്യത്യാസം വരും. അയാൾക്ക് ഇഷ്ടമില്ലാത്തവനെ അയാൾ ഉപദ്രവിക്കും. ഇപ്പോൾ അങ്ങനെയാണല്ലോ ബ്രിക്സ് അല്ല ബ്രസീലിനെ ഉപദ്രവിച്ചത്. ബ്രസീലിനെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത പ്രധാനമന്ത്രിയാണ്, അയാൾക്ക് ഇഷ്ടമുള്ള പ്രധാനമന്ത്രി അകത്ത് കിടക്കുക. താരിഫിൻ്റെ കാര്യം എന്തോ മറ്റവനെ തുറന്നു വിടണം, കേസ് വരണം. ഇതയാളുടെ സ്വഭാവം. ഇതല്ലല്ലോ ലോകത്തൊരു മുതലാളിയുടെ സ്വഭാവം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവനെ രാജ്യത്ത് ഇപ്പം അമേരിക്കയിൽ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ളവനെ ആണോ അവിടെ പ്രസിഡന്റ് ആവുന്നത്? അല്ല, അവിടുത്തെ ജനം തീരുമാനിക്കുന്ന ആൾ. അപ്പം ആ ജനം തീരുമാനിക്കുന്ന ആളിനെ കൊണ്ട് നമ്മൾ ആ രാജ്യമായിട്ട് നയതന്ത്ര ബന്ധത്തിനകത്ത് നമുക്ക് അയാൾ ഉരുത്തിരിക്കുന്ന നയതന്ത്ര ബന്ധം ഇഷ്ടമല്ലെങ്കിൽ നമ്മളവിടെ നിർത്തുന്നു. അല്ലാതെ അയാളെ അങ്ങനത്തെ ലോകക്രമം വരുമെന്ന് പറയാം. അതുകൊണ്ട് ഇവരെല്ലാം തയ്യാറായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും തയ്യാറായിരുന്നു.
കാരണം ഇയാൾ ഇങ്ങനെ കൊണ്ടുവരും, കണ്ടില്ല കിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതും ഇയാളെ അംഗീകരിക്കുന്ന ഒരവസ്ഥയില്ല. അമേരിക്കയ്ക്കകത്ത് ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് അപകടം പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ അപകടമില്ലെന്ന് ഈ പറയുന്നത് പോലെ അമേരിക്കൻ മാധ്യമങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി പിടിപ്പിക്കാൻ 2 ദിവസം കൊണ്ട് ശ്രമിക്കുന്നു. ഏതായാലും ട്രംപിന് വളരെ ട്രംപ് വിചാരിച്ചിടത്തെങ്ങുമല്ല കാര്യങ്ങൾ എത്തുന്നത്. ട്രംപ് വിചാരിച്ചു എല്ലാം ഈ വിരട്ടും അല്ലെങ്കിൽ ഈ ചാട്ടും ഈ കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ എവിടെയും ഇപ്പോൾ വെനിസ്വേല യുദ്ധം ചെയ്യാൻ പോകുന്ന പോലെ എവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ നീക്കും. പക്ഷേ ട്രംപ് ഒരുങ്ങിയതുപോലെയല്ല, വളരെ കാലം കൊണ്ടേ ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ആ ഒരുക്കത്തിൻ്റെ പുറകിൽ ഒരു ശക്തി അല്ലെങ്കിൽ അത് കൃത്യമാക്കുന്ന ഒരു രാജ്യം ആയിട്ട് അവർ വിശ്വസിച്ച് ഒരുങ്ങിയത് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ്. ആ ഒരുക്കം ഏതാണ്ട് നല്ല ഒരുക്കം തന്നെയായിരുന്നാണ് ഇപ്പം ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ന് ഒരു പക്ഷേ ഇന്നലത്തെ എല്ലാവരും കണ്ടു കാണും, അവിടെ ലോക നേതാക്കൾ ഇപ്പോൾ പറയുന്ന ആരെയാണ്? ട്രംപിനെ അല്ല, ഇന്ത്യ, പുടിൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പുടിൻ അല്ലെങ്കിൽ ചൈന, ഇവരുടെ അവർ 3 പേരും ഒരു കണ്ടു, സംസാരിച്ചു. ഇനി അവർ ഇരുന്ന് സംസാരിക്കുന്നതും അതിനുശേഷമുള്ള ഒരു വർത്തമാനവും വാർത്താ സമ്മേളനവും ഒക്കെ ലോകത്ത് വലിയൊരു വാർത്തയായിട്ട് ഇങ്ങനെ മാധ്യമങ്ങൾ മൊത്തം അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഏതായാലും SCO മീറ്റിനകത്ത് ഇന്ത്യയുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചൈനയ്ക്കകത്ത് ഇറങ്ങിയിരുന്ന്, അതായത് ഇതാണെന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അംഗീകരിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് പാകിസ്ഥാനിലാണല്ലോ ഭീകരവാദത്തിൻ്റെ വിഷയം, അതുപോലെ പരസ്പരം രാജ്യങ്ങൾ എങ്ങനെയാവണമെന്നുള്ളതിനെ പറ്റിയൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട്, അതായത് നമ്മൾ പറയുന്ന കാര്യത്തിനകത്ത് ഒരു വ്യതിചലനവുമില്ലാതെ ആ നിലപാട് കൊണ്ട് മുന്നോട്ട് പോവുകയും ആ നിലപാട് അംഗീകരിച്ച് ലോകക്രമം നമ്മുടെ കൂടെ വരുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.